നമസ്കാരം. അങ്ങനെ ഞാനും വിനുവും കുറെ നാൾക്ക് ശേഷം നമ്മൾ കുറെ നാളായി സിനിമയുടെ റിവ്യൂ ആയിട്ട് വന്നതാണ്. 3 മണിക്ക് എഴുന്നേറ്റ് അല്ലേ? ഞാൻ 3 മണിക്ക് എഴുന്നേറ്റു. 4 മണിക്കായിരുന്നു സിനിമ. എനിക്കിന്ന് കേരളത്തിലെ ഏറ്റവും കൂടുതൽ സ്ക്രീനുള്ള സിനിമയാണ് ഗോട്ട്, ദ ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈംസ്. ഗോകുലം ഗോപാലനാണ് എന്റെ ഡിസ്ട്രിബ്യൂഷൻ കേരളത്തില്. നമ്മുടെ വെങ്കട് പ്രഭു സംവിധായകൻ. അദ്ദേഹത്തിന്റെ മാനാട് സിനിമ ഒരു മങ്കാത്ത മാനാടൊക്കെ വ്യത്യസ്തമായിട്ടുള്ള ഇത് അതുക്കും മേലെ എന്ന് വേണമെങ്കിൽ ഇത് ഫസ്റ്റ് ഹാഫ് സത്യത്തില് പഴയ കാലഘട്ടത്തിലെ ഓർമ്മപ്പെടുത്തുന്ന രീതിയിൽ, അതായത് ഇതിനകത്ത് ഒരു ആന്റി ടെററിസ്റ്റ് അല്ലെ നമ്മുടെ വിജയ്, പ്രഭുദേവ, പിന്നെ അജ്മല്, പ്രശാന്ത് ഒരു വലിയൊരു ഇടവേളയ്ക്ക് ശേഷമാണ് സിനിമയിലെത്തുന്നത്. വ്യത്യസ്തമായിട്ടുള്ള ഒരു 3 റോളിലാണ് നമ്മുടെ തളപതി വിജയ് ഇതിനകത്ത് എത്തുന്നത്. 400 കോടി മൊത്തം ബഡ്ജറ്റ്. അതിൽ 200 കോടി വിജയ് തന്നെ മേടിച്ചു. അതായത് എനിക്ക് തോന്നുന്നത് 3 റോള് ചെയ്തുകൊണ്ടായിരിക്കും കേട്ടോ മേടിച്ചത്. ഒരു റോള് തന്നെ സഹിക്കാൻ പറ്റിയില്ല, പിന്നെ 3 റോള്. കുറെ ഇതിന് മുമ്പ് ഇറങ്ങിയ സിനിമ മാസ്റ്റർ ആയിക്കോട്ടെ അല്ലെങ്കിൽ മറ്റു സിനിമകളിലായിക്കോട്ടെ, അവരൊന്നും കമ്പയർ ചെയ്യാനേ പറ്റത്തില്ല. എനിക്ക് പേഴ്സണലി പടം ഇഷ്ടപ്പെട്ടില്ല എന്ന് ഒറ്റയടിക്ക് പറയാം. അല്ല, പടം ടോട്ടലി എനിക്ക് തോന്നുന്നു ഇത് വേണ്ടിയിരുന്നില്ല എന്നതുപോലെ തോന്നിപ്പോയി. കാരണം അത്രത്തിൽ എന്താ പറയാ, ഒരു മനുഷ്യരെ ഇത്രയും വെറുപ്പിച്ചിട്ടുള്ള ഒരു സിനിമ. ഇലക്ഷനിൽ നിൽക്കുന്നതാണ് ഏറ്റവും നല്ലത്. എനിക്ക് അത് തന്നെയാണ് തോന്നുന്നത് നല്ലത്. എനിക്ക് തോന്നുന്നു അതിനു വേണ്ടി ആയിരിക്കും തോന്നല്ലേ ഈ 200 കോടി മേടിച്ചത്. ഇലക്ഷന്റെ ഈ വർക്കിന് വേണ്ടിയൊക്കെ ആയിരിക്കും ആവശ്യം വരും, അതുകൊണ്ടും വേണ്ടി മേടിച്ചായിട്ട് എനിക്ക് ഫീൽ ചെയ്തത്. സത്യത്തില് പോസിറ്റീവ് പറയാനായിട്ട് ഇതിനകത്ത് ഒന്നുമില്ല കേട്ടോ. പോസിറ്റീവ് പറയാനായിട്ട് ഇനി പക്ഷേ ഈ VFX മറ്റേ ഈ നമ്മുടെ നല്ല VFX ടീമാണ് VFX ചെയ്തത്. ആദ്യത്തെ 15 മിനിറ്റ് ഉണ്ട് ഒരു ട്രെയിൻ ബ്ലാസ്റ്റ്, അതോടെ എനിക്ക് VFX സ്റ്റാൻഡേർഡ് മൊത്തം പോയി. ഒരു ട്രെയിൻ ബ്ലാസ്റ്റ് ഉണ്ട് അതിനകത്ത്. അവിടെ എന്തോ ഒരു ഇതിനകത്ത് മെയിൻ ആയിട്ട് എടുത്തു പറയേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ക്രിപ്റ്റ് വളരെ വീക്കാണ്. പ്രത്യേകിച്ച് ഒന്നും പറയാനൊന്നുമില്ല. കണ്ടുപോയിട്ടുള്ള ക്രിഞ്ച് പരിപാടികളൊക്കെ സാധനം പോയി. പിന്നെ വിജയുടെ തന്നെ മറ്റുള്ള സിനിമകളിൽ വരുന്നത് പോലുള്ള ക്രിഞ്ച് സാധനങ്ങളൊക്കെ തന്നെയാണ് ഇതിനകത്തും ഉപയോഗിച്ചിരിക്കുന്നത്. പുതുമയൊന്നുമില്ല. ഒരു മകൻ പാസം ഉണ്ടല്ലേ? അതെ, അച്ഛൻ മകൻ പാസം എല്ലാ സിനിമയിലും ഉണ്ട്. ഇതിനകത്തും ആ ഒരു പാസം വന്നിട്ടുണ്ട്. പക്ഷെ ഇതിനകത്ത് വേറെ ട്വിസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പറയണ്ട. സോങ്സ് ഒന്നും അങ്ങനെ എറിച്ചില്ലെന്ന് എനിക്ക് തോന്നുന്നു. ഡാൻസ് ഒക്കെ കൊള്ളായിരുന്നു. കാരണം പ്രഭുദേവ കൊള്ളാൻ ഡാൻസ് കൊള്ളാം, പക്ഷെ സോങ്സ് ഒന്നും അങ്ങോട്ട് ഒരു 1-2 ട്വിസ്റ്റ് സിനിമയ്ക്കകത്തുണ്ട്. പ്രഭുദേവയുടെ ഒരു ക്യാരക്ടർ ഒക്കെ വരുമ്പോഴത്തേക്കും ഉണ്ട്. പക്ഷെ ഒരു വൺ ടൈം വാച്ചബിൾ എന്ന് വേണമെങ്കിൽ പറയാം. ആളുകളുടെ അഭിപ്രായം വേണമെങ്കിൽ ചോദിക്കാം. കാരണം നമ്മൾ മാത്രം ഇങ്ങനെ എന്നെ അടിക്കുമ്പോൾ അവർ വിചാരിക്കും ഒരു പക്ഷേ നമ്മൾ ആളുകളുടെ, കാരണം ചിലർക്ക് ഇഷ്ടപ്പെടുന്നവരും ഉണ്ട് കേട്ടാ. ചിലവര് പക്കനായി വെറൈറ്റി ചുകം മലയാളം തൊട്ട് ഹിന്ദി പടം വരെ കണ്ടിട്ടുണ്ട്. അവസാനം നല്ല ഹിന്ദി പടത്തിന്റെ പടം 200 പോയി കിട്ടി. കൊള്ളത്തില്ല. അല്ലത് അവിടെ ചോദിക്കുക. നമ്മള് ഭയങ്കര എന്താ പറയാ പ്രതീക്ഷയോടെ വന്ന് അതുകൊണ്ടാണോ സിനിമ ഇഷ്ടപ്പെടാൻ? 7 മണിക്കൊന്നും കണ്ടാലോ? ആ ഒരു അപരാധം നമ്മൾ കാണിക്കണ്ട. എന്നടാ വെങ്കട് പ്രഭു നീ പണി വെച്ചിരിക്കുക, ഇന്ന മാതിരി നീ പണ്ണാതെ ഇനി ഫിലിം അപരാധം വെച്ച്. എന്റെ പൊന്നോ എന്തൊക്കെയാണ് ഈ കാണിച്ചു കൂട്ടിയത്. എനിക്ക് ഒരു പിടുത്തവും കിട്ടിയില്ല കേട്ടോ. ഫസ്റ്റ് ഹാഫ് സിനിമ കൊണ്ട് തുടങ്ങി കുറച്ചും കൊണ്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് മൊത്തത്തിൽ കൈവിട്ടു പോയി. പിന്നെ വെങ്കട് പ്രഭുവിന്റെ സ്ഥിരം അഭ്യാസവും പിന്നെ നമ്മുടെ തളപതിയുടെ സ്ഥിരം അഭ്യാസവും ഒക്കെ ആയിട്ട് സിനിമ ഒരു 3 മണിക്കൂർ നമ്മളെ തിയേറ്ററിൽ അങ്ങ് കൊണ്ടുപോയി. എനിക്ക് തോന്നുന്നത് ഒരു തരത്തില് എനിക്ക് ന്യായീകരിക്കാൻ പറ്റാത്ത സാധനമായിരുന്നു കുറെ കാര്യങ്ങളൊക്കെ. മേക്ക് ഓവർ കേട്ടോ, മേക്ക് ഓവർ മഹാബോർ എന്ന് പറഞ്ഞാൽ മഹാബോർ. അല്ല, അതാണ് എനിക്കത് ഈ ഏജിങ് കാണിക്കാൻ സാധനങ്ങളുണ്ടല്ലോ. വിജയ്ക്ക് പറ്റാത്തൊരു ക്യാരക്ടറായി എടുത്തു വെച്ചിരിക്കുന്നത്. അങ്ങനത്തെ കാര്യങ്ങളും ചെയ്യേണ്ട കാര്യമില്ല. ഇച്ചിരി കൂടെ ഒരു നാച്ചുറാലിറ്റി വേണം. ഞാനൊരു കാര്യം പറയട്ടെ, ഇതിനകത്ത് എനിക്ക് തോന്നുന്നു കുറച്ചും കൂടെ വർക്ക് ആയിരുന്നു ഒരു പക്ഷെ നമ്മുടെ തലയായിരുന്നെങ്കിൽ. കാരണം തലയ്ക്ക് പറ്റിയ ക്യാരക്ടറായിട്ട് എനിക്ക് തോന്നുന്നു. അറിയില്ല, അല്ല തലയ്ക്ക് പറ്റിയ ക്യാരക്ടറായിട്ട് എനിക്ക് തോന്നി. പക്ഷെ വിജയ്ക്ക് പ്രേക്ഷകർ ഇറങ്ങി വന്നവരെല്ലാം ഉറക്കം പോയി, അവരുടെ കാശ് പോയി എന്നുള്ള രീതിയിൽ. എന്തായാലും നമ്മുടെയൊക്കെ കാശ് പോയാലും കുഴപ്പമില്ല, വിജയ്ക്ക് 200 കോടി രൂപ കിട്ടിയിട്ടില്ല. ഈ സിനിമയ്ക്ക് മലയാള സിനിമയിൽ ഇഷ്ടം പോലെ ഇപ്പം പണി മേടിച്ചുകൊണ്ടിരിക്കുന്ന തമിഴ് സിനിമയിലൂടെയെങ്കിലും കുറച്ച് കാശ് കിട്ടട്ടെ എന്ന് വിചാരിച്ചിട്ട് ആ പാവം ഗോകുലം ഗോപാലൻ പോയി എന്തായാലും സിനിമ എടുത്ത്
എങ്ങനെ വർക്ക് ആവുന്നുള്ളതിനെ കുറിച്ച് നമുക്ക് അറിയത്തില്ല. ഞങ്ങളുടെ പേഴ്സണൽ ഒപ്പീനിയൻ ആണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്, നമ്മുടെ അഭിപ്രായമാണ് പറഞ്ഞിട്ടുള്ളത്. കുറെ അഭിപ്രായമായിരിക്കും. പിന്നെ പേഴ്സണലി ഞാൻ പറയട്ടെ, ഞാൻ 4 മണിക്ക് ഇരുന്ന് കണ്ടുകൊണ്ടാണോ ഇത്രയും ഇഷ്ടപ്പെടാൻ? ഒരു പക്ഷെ നിങ്ങൾ 7 മണിക്കല്ല 11 മണിക്കുള്ള ഷോ ഒക്കെ ഉണ്ട്. ചിലപ്പോൾ ചിലർക്ക് ഇഷ്ടപ്പെട്ടേക്കാം. പേഴ്സണലി നമുക്ക് ദഹിക്കുന്നില്ല സിനിമ, ദഹിക്കാത്തതുകൊണ്ടാട്ടോ ഈ മൂവി അത്രയും നമുക്ക് ദഹിക്കുന്നില്ല. ഒരു സിനിമയെ കുറിച്ചൊരു നെഗറ്റീവ് പറയണമെന്ന് ഒരിക്കലും നമുക്ക് ആഗ്രഹമില്ല. പക്ഷെ നമുക്ക് എന്തെങ്കിലും ഒരു സാധനം, നമ്മൾ വിജയിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന എന്തെങ്കിലും ഒരു സാധനം നമുക്ക് കിട്ടണം. ആ ഒരു സാധനം നമുക്ക് ഇതിനകത്ത് കിട്ടിയില്ല എന്ന് വേണം പറയാൻ. ഇനിയിപ്പോ നിങ്ങൾ എന്താണോ ഉദ്ദേശിക്കുന്നത് ചോദിച്ചാൽ നമുക്കൊന്നും കിട്ടിയില്ല സിനിമയ്ക്ക്. പുതിയതായിട്ടില്ല, എന്നാലും നമുക്ക് ആളുകളുടെ അഭിപ്രായം നമ്മൾ അത് തന്നെ നമുക്ക് എടുത്ത് നമുക്ക് വിലയിരുത്താം. അത് തന്നെ എന്തായാലും അതും കൂടെ നമ്മൾ ഇതിനകത്ത് മെൻഷൻ ചെയ്യാൻ പോവാ. കാരണം ഞങ്ങൾ പറഞ്ഞിട്ട് ഇനി നിങ്ങൾ അല്ലെ സിനിമ മോശമാണ് എന്ന് പറയണ്ട. അപ്പൊ എന്തായാലും വെങ്കട് പ്രഭു, നമ്മുടെ ദളപതിയുണ്ട്, പിന്നെ ഇളയ ദളപതിയും. ഇന്റർവെൽ പഞ്ച് ഭയങ്കരമായിട്ടാ. ദളപതി അതെ, ഇളയ ദളപതി തമ്മിലുള്ള മன்னிச்சிடுங்க. மன்னிச்சிடுங்க. எல்லா தமிழ் மக்களும் மன்னிச்சிடுங்க. இந்த மாதிரி அவராது இது பண்ணக்கூடாது ப்ளீஸ். நம்ம மலையாளி பசங்களுக்கு இந்த மாதிரி அவராது பற்றல. ക്ഷമിച്ചിടുங்க, മன்னிச்சிடுங்க. ஐயா கும்பிடுற ஐயா. സോറി അണ്ണാ, സോറി.